കൊച്ചി മണ്ഡലത്തിൽ സജീവമായി മുഹമ്മദ് ഷിയാസ്. കണ്ണമാലി പള്ളിയിൽ നേർച്ച സദ്യയിൽ പങ്കെടുക്കാൻ ഷിയാസ് എത്തി. ഷിയാസിന് വേണ്ടി പലയിടത്തും ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നു. സിബി ജോസഫ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. സിബി, ദീപ്തി മേരി വർഗീസ് തനിക്ക് വേണ്ടി പോസ്റ്റർ അടിച്ചു വെച്ചിരുന്നു, സോഷ്യൽ മീഡിയ കാർഡ് ഇറക്കിയിരുന്നു. ഇത് അച്ചടി പ്രസിൽ തന്നെ നിർത്തേണ്ടി വരുമോ? വിനീഷ, എന്തായാലും ഇത് അച്ചടി ഈ ഒരു പോസ്റ്ററെല്ലാം നിലയും പ്രസിൽ തന്നെ വെക്കേണ്ടി വരുമെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന ഒരു വിവരം. എന്തായാലും എറണാകുളത്തെ DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് കൊച്ചി നിയോജക മണ്ഡലത്തിൽ സജീവമായി കഴിഞ്ഞു. അദ്ദേഹത്തിന് വേണ്ടിയുള്ള ഫ്ലെക്സ് ബോർഡുകളും കഴിഞ്ഞ ദിവസം ഈ കൊച്ചി നിയോജക മണ്ഡലത്തിൽ ഉടനീളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സ്ഥാപിച്ചു കഴിഞ്ഞു. മാത്രമല്ല ഇന്നലെ രാത്രി മുതൽ തന്നെ ഇന്നലെ വൈകിട്ട് 7 മണിക്ക് ശേഷം മുഹമ്മദ് ഷിയാസും ഈ കൊച്ചി നിയോജക മണ്ഡലത്തിൽ പൂർണ്ണമായും ഉണ്ട്. ഇന്ന് രാവിലെ കണ്ണമാലി, ഈ കൊച്ചി നിയോജക മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമാണ് കണ്ണമാലി പള്ളി. ഈ കണ്ണമാലി പള്ളിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ നേർച്ച സദ്യയിൽ ഉൾപ്പെടെ പങ്കെടുക്കുകയും ഷിയാസ് അവിടെ വോട്ട് ചോദിച്ചുകൊണ്ട് തന്നെ അല്ലെങ്കിൽ സജീവമായി മണ്ഡലത്തിൽ കഴിഞ്ഞു എന്ന് നമുക്ക് പറയാം. അതോടൊപ്പം തന്നെ ദീപ്തി മേരി വർഗീസും കൊച്ചിയിൽ സീറ്റ് മോഹവുമായി നേരത്തെ തന്നെ രംഗത്ത് വരികയും നേരത്തെ തന്നെ ദീപ്തി മേരി വർഗീസും കൊച്ചിക്ക് വേണ്ടി തന്റെ പേരിൽ UDF സ്ഥാനാർത്ഥി എന്ന നിലയിൽ പോസ്റ്ററുകൾ അച്ചടിച്ച് കാത്തിരിക്കുകയാണ്. ദീപ്തി മേരി വർഗീസും ഇന്ന് കാലത്ത് മുതൽ തന്നെ കൊച്ചി നിയോജക മണ്ഡലത്തിലുണ്ട്. ഇന്നിപ്പോൾ രാവിലെ ബിഷപ്പ് ഹൗസിലെത്തി ബിഷപ്പിനോട് പിന്തുണ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അതിനുശേഷം ദീപ്തി മാധ്യമങ്ങളുമായി സംസാരിക്കുകയും താൻ സ്ഥാനാർത്ഥിയായി എത്തിക്കഴിഞ്ഞാൽ തനിക്ക് എല്ലാ പിന്തുണയും ബിഷപ്പ് വാഗ്ദാനം ചെയ്തതായി ദീപ്തി മേരി വർഗീസ് പറയുകയും ചെയ്തു. അവസാനം വരെയും തനിക്ക് പ്രതീക്ഷയുണ്ട്, കൊച്ചിയിൽ UDF സ്ഥാനാർത്ഥിയാകാൻ കഴിയുമെന്ന് തന്നെയാണ് ദീപ്തി മേരി വർഗീസ് ഈ പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നത്. എന്തായാലും ഇനി കൊച്ചിയിൽ 6 സ്ഥാനാർത്ഥിയായാലും താൻ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നും ദീപ്തി പറയുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം വളരെ വലിയ രീതിയിൽ അല്ലെങ്കിൽ ശക്തമായ രീതിയിൽ ദീപ്തി രംഗത്ത് വന്നെങ്കിലും ഇന്ന് ദീപ്തി അല്പം കൂടി വഴങ്ങിയിട്ടുണ്ട്. സ്ഥാനാർത്ഥിയായില്ലെങ്കിലും ആരാണ് സ്ഥാനാർത്ഥി അവർക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ദീപ്തി മേരി വർഗീസ് പറഞ്ഞിട്ടുമുണ്ട്. എന്തായാലും കൊച്ചിയെ സംബന്ധിച്ച് എറണാകുളത്തെ പെരുമ്പാവൂർ മണ്ഡലം കഴിഞ്ഞാൽ ഏറ്റവും നിർണായകമാകുക അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധാകേന്ദ്രമാകുന്ന മണ്ഡലമാണ് കൊച്ചി നിയോജക മണ്ഡലം. അവിടെ മുഹമ്മദ് ഷിയാസിന്റെ പേരാണ് ഇവിടെ ഉയർന്നു നിൽക്കുന്നത്. ഷിയാസ് ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുക. എന്തായാലും ഇവിടെ ഷിയാസും ദീപ്തി മേരി വർഗീസും കൊച്ചി നിയോജക മണ്ഡലത്തിൽ രാവിലെ മുതൽ തമ്പടിച്ചിരിക്കുകയാണ്. ആരാണ് സ്ഥാനാർത്ഥി? ഉടൻ തന്നെ ലത്തീൻ സഭയിലെ ബിഷപ്പിനെ പോയി കണ്ടുകൊണ്ട് അനുഗ്രഹം വാങ്ങി അവിടെ നിന്നും പ്രചരണം ആരംഭിക്കാൻ വേണ്ടി ദീപ്തി മേരി വർഗീസും മുഹമ്മദ് ഷിയാസും കൊച്ചി നിയോജക മണ്ഡലത്തിൽ ഇപ്പോൾ ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. വിനീഷ.